ഭംഗിയായി നേരത്തെ പുഴ കാണാൻ. താങ്കൾക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടാവില്ലേ പുഴയെ കുറിച്ച്? തീർച്ചയായിട്ടും ഞാൻ ചെറുപ്പം തുടങ്ങി കാണുന്നതാണ് ഈ പുഴ, ആലുവ പുഴ. ആലുവ പുഴ പിന്നെ ഒഴുകി എന്നൊക്കെ പാട്ട്. ഞാൻ ഇതല്ല കേട്ടോ, ഭയങ്കര രസകരമായ. പക്ഷേ ഈ പുഴ രാത്രിയെ നമുക്ക് പേടിയാവട്ടോ, ഒരു ഭീകരതയുണ്ട്. ഭയങ്കരമായിട്ട് തോന്നും. നമുക്ക് തോന്നും ഇതിൽ മുതലേ ഉണ്ടോ നീർനായി ഉണ്ടോ എന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നും. തോന്നൽ മാത്രമാണ്, അങ്ങനെ ഒരു പ്രശ്നക്കാരം. പക്ഷെ മഴക്കാലത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ആ കാണുന്ന മണപ്പുറം എല്ലാം മുങ്ങിപ്പോകും. ആലിൻ്റെ അവിടം വരെ, എൻ്റെ അടിവശം വരെ വെള്ളം വരും. വിശ്വസിക്കാൻ പറ്റാത്ത ഇതാണ്. പക്ഷെ ഭയങ്കര രസമാണ് കാണാൻ. ഈ ശിവരാത്രിയും ഈ മണപ്പുറവും ഈ ആലുവ പുഴയായിരിക്കും താങ്കളുടെ മനസ്സിൽ ചെറുപ്പകാലത്ത് എല്ലാം. അതാണല്ലോ നമ്മൾ ആലുവ വിടാതെ ഇവിടെ അമ്പലങ്ങള്, പള്ളി, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. അപ്പൊ അതൊക്കെ ആയിട്ട് ഇവിടെ കേട്ടിട്ടുണ്ട്. അതായത് പണ്ട് മിമിക്രി ചെയ്യാൻ വേണ്ടി ദേശം എന്ന സ്ഥലത്തായിരുന്നില്ലേ വീട്, എന്നിട്ട് അവിടുന്ന് ഇവിടെ വന്ന് മിമിക്രി ചെയ്ത് തുണിയൊക്കെ തോരെ ഇവിടെ തന്നെ കഴുകിയിട്ടിട്ട് തിരിച്ചും വേറെ ഡ്രസ്സ് ഇട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നു, അങ്ങനെ എന്തായാലും? അങ്ങനെയല്ല. ഈ പുഴ ഞാൻ നീന്തി വന്നിട്ടുള്ളത് ആ നാദർശനൊക്കെ പരിചയപ്പെട്ടത്. ഞാൻ ഇന്നാളെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു, ലൈഫ് എത്ര റിസ്ക്, നമ്മളെ ലൈഫ് പണയം വെച്ചിട്ടാണ് നമ്മളിവിടെ വന്നത്. അത് ഇവനെ കാണാനുള്ള ആവേശത്തിൽ കയറി വന്നത്, നാദർശ ടീം നയിക്കുന്ന മിമിക്രി എന്നൊക്കെ പറഞ്ഞിട്ട്. കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഷൂ വരണ്ടായിരുന്നു എന്നൊക്കെ നമ്മള് ചോദിച്ചു. പിന്നെ എന്താ വെച്ചാൽ പിന്നെ പുഴയിൽ ഇറങ്ങാൻ നിന്നില്ല. ഞാൻ എന്താ വെച്ചിട്ട് അപ്പുറത്തെ റോഡുണ്ട്, മംഗലപ്പുഴ പാലം വഴി, അതുവഴി നടന്നു. അതൊക്കെ ഇപ്പൊ ഞാൻ തീർത്തോണ്ടിരിക്കുക അവനോട്. പക്ഷേ ഈ രാത്രി കാലങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അച്ഛന് ദേഷ്യം ഉണ്ടാവില്ല, എവിടെ ഇത്ര നേരം പോയിരുന്നു ചോദിച്ചിരുന്നില്ലേ? അങ്ങനെയല്ല, ഞാൻ രാത്രി കാലങ്ങളിൽ പണ്ട് പോയിരുന്നത് നമ്മൾ ഈ മാർച്ച് മാസങ്ങളിൽ ഞങ്ങളുടെ അടുത്ത അമ്പലങ്ങളിലൊക്കെ ഉത്സവം, ഏകദേശം ഈ സമയത്തൊക്കെ. അതാണ്. അപ്പോൾ ഏപ്രിൽ മാർച്ച് 30-31 ആയിരിക്കും നമ്മുടെ അടുത്ത അമ്പലത്തിൽ കഥകളി. അപ്പോൾ പോയി എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥകളിക്ക് പോവും. അത് അതൊന്നും അറിയില്ല, മുദ്ര ഒന്നും അറിയില്ല. പോകുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥകളി കാണാൻ കുറെ ആളുകൾ ഇരിപ്പുണ്ടാവും. നമ്മളും പോയി അതിൻ്റെ അടുത്തൊക്കെ ഇതിപ്പോ എന്തോ അലർച്ചയൊക്കെ നടക്കുന്നുണ്ട്. നമ്മളപ്പോൾ ഉറക്കം തൂങ്ങിട്ട് ഒക്കെ നോക്കിയിട്ടിരിക്കും. അവർ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. എന്തൊക്കെ ഇതിപ്പോ ചില ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഇയാൾ തുമ്മെന്നാണോ, അതിൽ അർത്ഥമുണ്ടോ, നമുക്ക് ഒരു പിടിയില്ല ആ സമയത്ത്. ഇതിനെ കുറിച്ചിട്ടൊന്നും, മുദ്രകളെ കുറിച്ചോ അഭിനയത്തെ കുറിച്ചോ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ നോക്കിയിരിക്കും, ആൾക്കാരൊക്കെ നോക്കും. കുറെ കഴിയുമ്പോൾ ഓരോരുത്തർ കൊഴിയും. കഥകളി പ്രാന്തന്മാരായ കുറെ ആളുകൾ അവിടെ ഇവിടെ വന്ന് ഇരിക്കും. ഇരിക്കുന്ന സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി പിന്നെ ഇപ്പൊ വേറെ അല്ല, കുറെ ആൾക്കാർ ഉറങ്ങുണ്ടാവും. അതൊക്കെ വെച്ചാൽ ഈ വിളക്കില്ലേ, കൽവിളക്ക്, അതിൽ കരി ഉണ്ടാവും. അതെടുത്തിട്ട് ഈ ഉറങ്ങുന്ന ആളുകളുടെ കയ്യിൽ തേച്ച് വെക്കും. കയ്യിൽ തേച്ച് വെച്ചിട്ട് അവർ കിടന്ന് ഉറക്കണ്ടാവും. പിന്നെ അതുപോലെ ചിലരുടെ മുണ്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് കെട്ടി വെക്കും. അവിടെ അടുത്തുള്ള ഈ ചെത്തിയുടെ ഇതൊക്കെ ഉണ്ട്, അതിന്റെ കടയിലൊക്കെ കെട്ടി വെക്കും. അതിൽ കല്ലിട്ട് വേറെ സ്ഥലത്തേക്ക് ഒരു പാടുണ്ട്, മതിലിന്റെ ഇപ്പുറത്തേക്ക് തുളകളുണ്ട്, അതിലേക്ക് ഇട്ടേക്കും. എന്നിട്ട് കഥകളിയൊക്കെ പറഞ്ഞപ്പോഴേക്കും മറ്റേ ദുശാസന, കീച, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ ആയിരിക്കും ഒരു ഓടി വരിക എന്നൊക്കെ പറഞ്ഞിട്ട്. ഓടി വരുന്ന സമയത്ത് എല്ലാവരും ഒരു എഴുന്നേക്കലൊക്കെ ഉണ്ട്. ഉറങ്ങിയവരൊക്കെ ഒന്ന് എഴുന്നേറ്റിരിക്കും. അപ്പൊ ഈ ചിലർക്കൊരു ഇതുണ്ട്. പിന്നെ കഥകളിയുടെ ആൾക്കാരെ കണ്ണ് ഇവിടെയാ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഇവരെ ആൾക്കാർ നോക്കി ഞെട്ടലും. ഇവിടെയാണ് പ്രശ്നങ്ങൾ. നമ്മളൊന്നും അറിയാത്തപ്പെട്ട് ഇതൊക്കെ നോക്കിയിട്ട് ചിരിച്ചിട്ടിരിക്കുന്നുണ്ടാവും ഇവര്. അത് ഇവർക്കറിയില്ല ഇതൊക്കെ സംഭവം. മറ്റുള്ള ഒന്നുമില്ല, കാരണം അവരും ചിരി ഭയങ്കരമായിട്ട്. അവൻ ഞെട്ടിയെങ്കിലും കൂട്ടുകാരന്റെ മുഖത്ത് കരി, എപ്പോഴല്ല മറ്റൊരു തന്നെ മുഖത്ത് കരിവാരി തേക്കുമ്പോഴാണ് ഒന്നും അറിഞ്ഞൂടാ. ഇത് കഴിഞ്ഞിട്ട് ചിലരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരി വാരി തേക്കാത്ത ഈ മുണ്ട് കെട്ടിയ ചില ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടാ കഴിഞ്ഞത് എനിക്കട്ടാ, എനിക്കിപ്പോ മുണ്ട് അവിടെ ഇരിക്കും, ഇയാള് മുണ്ട് ഈ പരിപാടികളൊക്കെ. അങ്ങനെ മാർച്ച് 31 രാത്രി ആകുമ്പോൾ നമ്മൾ ആൾക്കാരെ പറ്റിക്കാറാണ്. കാരണം ഏപ്രിൽ 1 പിറ്റേ ദിവസം. അങ്ങനെ ഒരുപാട് ഇതൊക്കെയാണ് നമ്മുടെ നേരം പോക്ക്. അപ്പൊ അങ്ങനെ നാട്ടില് പ്രശ്നം ഉണ്ടാകുമ്പോ വീട്ടിൽ ചെല്ലുമ്പോ നമ്മൾ ചെല്ലുന്നതിന് മുമ്പേ പരാതിക്കാരി ചെന്നിട്ടുണ്ടാവും. അപ്പൊ അന്ന് നമ്മുടെ നാട്ടിൽ തന്നെ എഴുതി തള്ളി വിട്ട കേസുകളാണ് ഞാനൊക്കെ. ഇവരൊന്നും ഒരു കാലത്ത് രക്ഷപ്പെട്ടു. അല്ലല്ല, ദിലീപ് എന്നാണ് വീട്ടിൽ വിളിക്കുന്ന പേര്. അന്നും ഇന്നും ഒക്കെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ്. അന്ന് സ്കൂളിൽ കോളേജിലൊക്കെ പഠിച്ച കുട്ടികളൊക്കെ വന്നിട്ട് ഗോപാലകൃഷ്ണൻ എന്ന് വിളിക്കണോ ദിലീപ് എന്ന് വിളിക്കണോ കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ ഗോപാലകൃഷ്ണൻ എന്ന് വിളിച്ചാൽ മതി, നിങ്ങൾ ദിലീപ് എന്ന് വിളിക്കുമ്പോ എനിക്ക് പ്രശ്നമാണ്. കേട്ട് ശീലിച്ച കുറെ കാര്യങ്ങളുണ്ട്. പറഞ്ഞിട്ടുണ്ട് ഇഷ്ടത്തിലുള്ള വേണുചേട്ടനും ക്യാരക്ടർ താങ്കളും അച്ഛനായിട്ടുള്ള അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. എന്റെ അച്ഛനുമായിട്ടുള്ള ഒരുപാട് സംബന്ധിച്ച് ഉണ്ടായില്ലേ. പക്ഷെ അതിനേക്കാൾ ടെററാ എന്റെ അച്ഛൻ. ആണല്ലേ? അയ്യോ, അല്ല പണ്ടൊക്കെ നല്ല അടിയായിരുന്നു.
പോകുമ്പോ വെറുതെ തലക്ക് ഇഴുക്കുക. ഞാനിടയ്ക്ക് എനിക്ക് തന്നെ സംശയം തോന്നുന്നില്ല, അച്ഛൻ എന്റെ തല മൂത്തോന്ന് നോക്കണേണോ, ഇടയ്ക്കിടയ്ക്ക് കിഴുക്കാം. ഇപ്പൊ പിന്നെ ഒരു ഫ്രണ്ട്ലി സംഭവമാണ്, പക്ഷെ കൂടുതൽ ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ കുഴപ്പമാണ്. അതെ, അപ്പൊ അത് മുതലെടുക്കും. ശരിക്കും സാധാരണ എല്ലാ വീട്ടിലും നമ്മള് കുട്ടികളാണല്ലോ പ്രശ്നം. അവൻ പോയിട്ടുണ്ട്, ഞാൻ അവൻ ആരുടെ മെക്കെട്ട് കൊടുത്താൽ എനിക്ക് അത്ര ടെൻഷൻ എന്നൊക്കെ പറയില്ലേ. നമ്മുടെ ലൈഫിൽ നേരെ തിരിച്ചാ, അച്ഛൻ പുറത്തിറങ്ങിയിട്ട് എന്റെ ഈശ്വരൻ എന്തൊക്കെ പോയിട്ടുണ്ടാവോ. ആ കാലത്ത് വല്ല പ്രണയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരു ക്രഷ് ഒരു പെൺകുട്ടിയൊക്കെ തോന്നിയിരുന്നു? ആർക്കും? എനിക്കോ? അച്ഛനല്ല ഉദ്ദേശിച്ചത്, താങ്കളെന്നെ ഉദ്ദേശിച്ചു. പ്രണയം മനുഷ്യനല്ലേ, പ്രണയം നഷ്ടപ്പെട്ട നമ്മൾ മരിച്ചു എന്നാണല്ലോ. ഒരുപാട് പേരോട് പ്രണയം തോന്നും, പക്ഷെ അതൊക്കെ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുടുംബങ്ങളും കുഴപ്പമാവും. അതെ, നമുക്കത് തള്ളി വെക്കാം. ആദ്യത്തെ ബ്രേക്ക് കിട്ടുന്നത് മാനത്തെ കൊട്ടാരമാണല്ലേ, പക്ഷെ അതിന് മുന്നേ ആദ്യത്തെ ബ്രേക്ക് കിട്ടിയത് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ഇഷ്ടം കൂടാമെന്ന് പറഞ്ഞു, അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അതിന്റെ കൂടെ അഭിനയിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 4 വർഷത്തേക്ക് ബ്രേക്ക് ആയിരുന്നു. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഈ അവിടെ നിൽക്കാന്നുള്ളതാണോ? അതാണ് ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് സിനിമയിലേക്ക് വന്നൊരു ബ്രേക്ക്. അത് ശരിക്കും പറഞ്ഞ മാനത്തെ കൊട്ടാരം. പിന്നെ അതിന്റെ കണ്ടീഷൻ, പിന്നെ അങ്ങനെ കണ്ടീഷൻ വന്നു. പിന്നെ ഓരോ ടേണിംഗ് പോയിന്റ് എന്ന് പറയില്ലേ, ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോ സല്ലാപത്തിലൂടെ വേറെ ആംഗിളായി, പിന്നെ ഇൻഡിപെൻഡന്റ് ഹീറോ ആയി. അങ്ങനെ പിന്നെ ഇപ്പോഴും കിടന്ന കല്യാണ സുഖം, അങ്ങനെ ഒരു ഒരുപാട് സിനിമകൾ, പഞ്ചാബി ഹൗസ്, അങ്ങനെയുള്ള സിനിമകളും. ഓരോ സ്ഥലത്തുമ്പോ ഓരോ സമയത്തും ഓരോ സിനിമകൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യാനുള്ള ലൈസൻസ് ജനങ്ങൾ തന്നു എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. അതിന് ഇവിടുത്തെ പ്രേക്ഷകരോട് എനിക്ക് ഒരുപാട് നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയുന്നുണ്ട്.